കെട്ടുകഥകളെ പോലും തോൽപ്പിക്കുന്ന ചില അസാധാരണ മനുഷ്യജീവിതങ്ങളെ അരങ്ങിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് കടയ്ക്കാവൂർ SS നടനസഭയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് നാടകമായ ഈശ്വരന്റെ തിരക്കഥ പ്രദർശനം ആരംഭിക്കുന്നു. വെഞ്ഞാറമൂട് മുത്തിപ്പാറ ധന്യ നാടക ഗ്രാമത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മുരളി നാടകത്തിന്റെ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു. നടനസഭയെ സംബന്ധിച്ച് ഞാൻ മനുഷ്യനോടും പിന്നെ സമൂഹത്തോടും കാലത്തോടും കാലഘട്ടത്തോടും പൊരുതി നിൽക്കാവുന്നൊരു വിഷയത്തിലേക്കാണ് നടനസഭ പുനർജനിച്ചിട്ട് 3-ാം വർഷം നിൽക്കുമ്പോൾ 79 നാടകവും കഴിഞ്ഞ വർഷം പിള്ളേരെ വെച്ചുകൊണ്ട് വിക്ടറി ആർട്സ് എന്നുള്ള നാടകവും വന്നിട്ട് ഈ വർഷം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകമായിരിക്കും എന്നാണ് വ്യക്തിപരമായിട്ട് പറയാം. അല്ലെങ്കിൽ നാടകം നന്നായിട്ട് എല്ലാ പ്രേക്ഷകർക്കും എടുക്കാൻ പറ്റും. കാണുന്ന കലാകാരന് ഇത് പല രീതിയിലാണ്. ഇത് യേശുദാസിൻ്റെ കഥയാണോ, അല്ലെങ്കിൽ മറ്റേ ബാബുരാജിൻ്റെ കഥയാണോ, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ്റെ കഥയാണോ എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോൾ ഏതൊരു സംഗീത സംവിധായകനും അല്ലെങ്കിൽ ഒരു കലാകാരനും വരുന്നിടത്തേക്ക് അപ്പോൾ അത് പ്രത്യേകിച്ച് നടനസഭ ഇത് ഇന്ന ആളുടെ ജീവിതമാണെന്ന് എടുത്തെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇല്ല, ഒരുപാട് വേദികൾ ലഭിക്കട്ടെ, സംസ്ഥാന അവാർഡുകളൊക്കെ ലഭിക്കട്ടെ. കലാകാരനും കരുനാഗപ്പള്ളി MLA-യുമായ CR മഹേഷ് വേദി പങ്കിട്ടു. ഞാൻ ഈ നാടകം കാണാനായിട്ടാണ് ഇത്രയും ദൂരം വന്നത്. ഇവിടെ ഒരുപാട് നാടകത്തെ സ്നേഹിക്കുന്ന ശുദ്ധരായ മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. നാടകം അതിഗംഭീരമായിരുന്നു. നാടകത്തിൻ്റെയും സിനിമയുടെയും കഥയും തിരക്കഥയും എഴുതുവാനേ മനുഷ്യന് കഴിയും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയും തിരക്കഥയും എഴുതുന്നത് ദൈവമാണ് എന്ന് മനുഷ്യരെ നാടകത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കലാകാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പച്ചയായ മനുഷ്യരുടെ കഥയാണ് SS നടനസഭയുടെ ഈശ്വരൻ്റെ തിരക്കഥ. പരിശീലനാനന്തര അവതരണങ്ങൾക്ക് ശേഷം അരങ്ങേറിയ ഈ ആദ്യ പ്രദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ നാടകപ്രേമികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒരു വൻ നിര തന്നെയാണ് മുത്തിപ്പാറ ധന്യ നാട്യവേദിയിൽ ഒത്തുകൂടിയത്. നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടകത്തിന്റെ അവതരണം. പീരിയോഡിക് മ്യൂസിക്കൽ ഡ്രാമ ഉണ്ടാക്കണമെന്ന് കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. 1960 മുതൽ 95 വരെയുള്ള ഒരു 35 വർഷക്കാലത്ത് മലയാള സിനിമ സംഗീത ഗാന രംഗത്തെ ഏറ്റവും പ്രോജ്വലമായ 35 കൊല്ലക്കാലത്തിൻ്റെ ചരിത്രം പറയുകയാണ് നമ്മൾ ഈ നാടകത്തിനകത്തൂടെ. അതിനകത്തൂടെ ഒരു മനോഹരമായൊരു ജീവിതത്തിൻ്റെ വളരെ ഇമോഷണൽ ലെയറുകളും കൂടി സ്പർശിച്ചു പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് ജേതാവ് മുഹാദ് വെമ്പായം രചന നിർവഹിച്ച ഈശ്വരന്റെ തിരക്കഥ സംവിധാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായ പ്രശസ്ത സംവിധായകൻ സുരേഷ് ദിവാകരനാണ്. ജനത്തിൻ്റെ നല്ല ഇമ്പാക്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം അറിയാമല്ലോ, നാടകം ഒരു 1970 കാലഘട്ടത്തിൻ്റെ ഒരു സംഭവം. അപ്പോൾ പരമാവധി അതിനോട് നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം തന്നെയാണ്, നല്ല അഭിപ്രായമാണ്. ഇത് നല്ല പ്രതീക്ഷയാണ്. ഇപ്പോൾ തന്നെ ഒരു 30-40ഓളം നാടകങ്ങൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, വേദികളുണ്ട്. അപ്പോൾ ഇനി ഒരു 150-200 തികയ്ക്കണമെന്നുള്ളതാണ്. അതിപ്പം കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ച് അതുണ്ടാവും എന്നുള്ളതാണ്. ചില യഥാർത്ഥ കലാകാരന്മാരുടെ ജീവിതത്തിൽ നിന്നും എടുത്ത ഏടുകളും ഹൃദയസ്പർശിയായ ചില കഥാസന്ദർഭങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ നാടകം ഒരുക്കിയിരിക്കുന്നതെന്ന് രചയിതാവ് കൂടിയായ മുഹാദ് വെമ്പായം പറഞ്ഞു. ഏറെക്കുറെയുള്ള എല്ലാം ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് ഇന്ന ആളിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേരുടെ ഫ്ലേവർ ഇതിനകത്തുണ്ട്. മെഹബൂബിൻ്റെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള മ്യൂസിക് രംഗത്ത് നിന്നിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ലൈഫിൻ്റെ ഹിസ്റ്ററി ഇതിനകത്ത് കണക്റ്റഡാണ്. മഹാനായ ഒരു കലാകാരൻ തന്റെ അസ്തിത്വം തേടി നടത്തുന്ന തീക്ഷ്ണമായ യാത്രയാണ് നാടകത്തിന്റെ ഇതിവൃത്തം. എന്താ പറയുക, ഞങ്ങൾ 10-20 ദിവസമായിട്ട് ഈ ഒരു കൂടാരത്തിനകത്ത് നിന്ന് നാടകം പഠിച്ചു തുടങ്ങി. അതിൻ്റെ അവസാന 21ാമത്തെ ദിവസം ഇന്ന് അതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ. നാടകം കണ്ടവർ വളരെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഇത്ര സംഗീതാത്മകമായിട്ടുള്ള ഒരു നാടകം, പിന്നെ മനുഷ്യനെ തുടക്കം മുതൽ നിശബ്ദമായിട്ടിരുത്തി അവസാനം ഒന്ന് എന്താ പറയുക കണ്ണ് നനയിപ്പിച്ച് വിടുന്ന ഒരു വലിയ ഫീലുള്ളൊരു നാടകമാണ്. എല്ലാവരുടെ അഭിപ്രായം നല്ലതാണല്ലേ. അപ്പോൾ ആ പ്രതീക്ഷയിലും ആ ഒരു സന്തോഷത്തിലും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നാണ്. ഇനിയുള്ള വേദികൾ ഇഷ്ടംപോലെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
ഉദ്ഘാടന സമ്മേളനത്തിൽ ആദിനാട് ശശി, പയ്യന്നൂർ മുരളി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മലയാള നാടകവേദിയിലെ കഴിവുറ്റ കലാകാരൻ നെയ്യാറ്റിൻകര സനലിന്റെ അഭിനയ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നാടകം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരിക്കും ഈശ്വരന്റെ തിരക്കഥയിലെ വേഷമെന്ന ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയ പ്രേക്ഷകർ വിലയിരുത്തി. നടീനടന്മാരും അവരുടെ വളരെ മനോഹരമായിട്ട് തന്നെ അവരൊക്കെ അവരുടെ ഉത്തരവാദിത്വം അതിഗംഭീരമായിട്ട് നിർവഹിച്ചു. ഏതായാലും ഈ വർഷത്തെ ഒരു മികച്ച നാടകമാവും SS നടന സഭയുടെ ഈശ്വരൻ്റെ തിരക്കഥ. പുതിയ കാലഘട്ടത്തിനൊരു പഴയ കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നൊരു നാടകം. പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറ പഠിക്കേണ്ട നാടകത്തിൻ്റെ കണ്ടൻറ്റുകൾ ഇതിനകത്തുണ്ട്. അത്രയും മനോഹരമായിരുന്നു, നന്നായി ആസ്വദിച്ചു. വളരെ മനോഹരമായ നാടകം. സാധാരണ പ്രേക്ഷകനിപ്പോൾ പുതിയ കുട്ടികളാണെങ്കിലും പഴയവർക്കായിരുന്നാലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് സുരേഷ് ദിവാരൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മുഹാദിൻ്റെ രചനയും വളരെ നല്ലതാണ്. പഴയ ഒരുപാട് ഓർമ്മകൾ നമ്മളിലേക്ക് വരുത്തി. നാടകം വളരെ ശക്തമായ പ്രമേയമാണ്. കടക്കാവൂർ അജയ് ബോസ്, അശോകൻ വിശ്വോദയം, അരുൺ സി മണമ്പൂർ തുടങ്ങിയവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈശ്വരന്റെ തിരക്കഥ വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളമുള്ള വേദികളിൽ അരങ്ങേറാൻ ഒരുങ്ങുകയാണ്. നമുക്കിനി അങ്ങോട്ടുള്ള വേദികൾ എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പുകൾ, ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ അവിടെയൊക്കെ പോയി അവതരിപ്പിക്കാനുണ്ടാകുന്ന ഒരു പ്രചോദനമാണ്. ഇത്രയും സക്സസ് കിട്ടുമ്പോൾ, ആൾക്കാരുടെ ഇഷ്ടം കിട്ടുമ്പോൾ ഇത് സക്സസ് ആയി എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇത് നമ്മുടെ 4 പേരുടെ ഞങ്ങളിപ്പോൾ ഈ 4 പേരും 2 ലേഡീസും മാത്രമല്ല ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ഒത്തിരിയും പയ്യന്മാരുണ്ട്. ഇവരെ ഇത്രയും 10-13 പേരുടെ കൂട്ടായിട്ടുള്ള ഒരു അധ്വാനമാണിത്. അതിൻ്റെ ഒരു സക്സസ്സാണ് ഈ സഡനായിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ്. നല്ലൊരു വർഷം ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദൈവം അനുഗ്രഹിച്ചാൽ. നന്നായി കളിക്കാൻ പറ്റിയൊരു നാടകമാണ് SS നടന സഭയ്ക്ക് മുഹാദും സുരേഷ് ദിവാരനും കൂടെ അണിയിച്ചൊരുക്കിയത്. എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഞാനവർ സുരേഷ് ദിവാരനെയും കണ്ടു, മുഹാദിനെയും കണ്ടു. നാടകം കാണുന്നതിന് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നാടകം നല്ല അഭിപ്രായം പറഞ്ഞു പോയി. ആദ്യ പ്രദർശനത്തിൽ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയ നാടകം ഇതിനോടകം തന്നെ നിരവധി വേദികളിലേക്കാണ് ബുക്കിംഗും സ്വന്തമാക്കിയത്. വിസ്മയ ന്യൂസ്, വെഞ്ഞാറമൂട്.